വന്ദേ മാതരം. അപ്പോൾ വീണ്ടും വന്ദേ മാതരം. വന്ദേ മാതരമാണ് ചർച്ച. അതിന് മുമ്പിലത്തെ സെഷനിൽ ഞാൻ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ല, ബങ്കിം ചന്ദ്ര ചതോപാധ്യായ. അതൊക്കെ തെറ്റുപറ്റിയതാണ്, ക്ഷമിക്കണേ. അപ്പോൾ നമ്മൾ ഭാരതഭൂമി, നമ്മുടെ ഭാരതാംബ സങ്കല്പങ്ങൾ, ഇടയ്ക്ക് കുറച്ച് ഗീതയും ഒന്ന് കടന്നു വരുന്നുണ്ട്. ഭഗവത്ഗീത, നമ്മുടെ ഭാരതഭൂമി, ഭാരതവർഷം. അപ്പോൾ നമുക്ക് ഞാനിത് ഞാൻ പണ്ടത്തെ പോലെ ബോർഡിൽ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു പേടി വരുന്നത്. എപ്പോഴും നല്ലൊരു ധൈര്യം കിട്ടുമ്പോൾ ബോർഡിൽ ഞാൻ പല കാര്യങ്ങളും പറയാം. കുറച്ചൊക്കെ പേടിക്കണം, എന്ന് വെച്ചാൽ എന്നെ തന്നെ പേടിക്കണം. നമ്മളെ തന്നെ പേടിക്കണം ചില സമയത്ത്. എന്താണ് പേടിക്കുന്നത് എന്നുള്ളത് ഞാൻ ഒരു കുറച്ചായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ കൾച്ചറൽ മാർക്സിസത്തിൻ്റെ നിങ്ങൾക്ക് പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ രൂപം കാണണമെങ്കിൽ ബിജു മോഹൻ സാറിൻ്റെ ഒക്കെ ഒരു ഗ്രൂപ്പ്, പിന്നെ ഒരു 2-3 കൊല്ലം മുമ്പത്തെ, ഞാനൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇടപെടാൻ മുമ്പത്തെ നമ്മുടെ രവിചന്ദ്രൻ സിയുടെ ഒക്കെ ഗ്രൂപ്പുകൾ, പിന്നെ സ്വതന്ത്ര ചിന്തകർ, പരമാർത്ഥ ചിന്തകർ എന്നൊക്കെ പറഞ്ഞ കുറേ ടീമുകൾ, പിന്നെ സിനിമയിൽ സംവിധായകൻ ഉദ്ദേശിക്കാത്ത പോലും കണ്ട് സംവിധായകന്മാർ ചിലപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടത്തോട്ട് എഴുതിയ നേരം പോകാണ്ടിരിക്കുന്ന കുറേ ടീമുകൾ. ഇവരുടെയൊക്കെ ലോകത്ത് ബിജു മോഹനിൽ പിന്നെയും അത്യാവശ്യം ഒരു നമ്മുടെ ഒരു എന്താണ്, ഒരു അംബേദ്കർ ഒരു പരിധിവരെ നമ്മുടെ ജാതിയുടെ ഒക്കെ ഒരു ഇതൊക്കെ തേടിയത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു 60% ഒരു നല്ല തേടലുള്ള ഒരു ഗ്രൂപ്പാണ് തോന്നി എനിക്ക് ബിജു മോഹൻ. എന്നാലും അതിൽ നിന്ന് വിട്ടുപോയെന്ന് തോന്നുന്നു. അതിലൊക്കെ അപ്പോൾ നിങ്ങളൊരു കൾച്ചറൽ മാർക്സിസ്റ്റിൻ്റെ ഒരു മുഖം കാണാം. പിന്നെ സാധാരണ നല്ലവരായ ഇസ്ലാം എന്നെ സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിക്കുക, നല്ലവരായ ക്രിസ്ത്യാനികൾ ദേശീയവാദികളായിട്ടിരിക്കുക. ലോകത്തൊരു രാഷ്ട്രത്തിലും അങ്ങനെ ഒരു ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ദേശീയത കടന്നു വരുന്നതായിട്ട് കാണണില്ല. നമ്മൾ കേരളത്തിലൊക്കെ നല്ലവരാണ്, നല്ലവരായ സ്ത്രീകൾ, നല്ലവരായ അധ്വാനികൾ, നല്ലത്. അപ്പോൾ നിങ്ങളത് നല്ലവരായിട്ട് തന്നെ എന്നെ ശ്രദ്ധിക്കൂ, ദേശീയവാദികളായിട്ടിരിക്കൂ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം, നിങ്ങൾക്കല്ല, കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ നല്ല പാവപ്പെട്ട ഇസ്ലാം, അതിപ്പോൾ സ്നേഹമുള്ള ഇസ്ലാം ജസ്റ്റ് ശ്രദ്ധിക്കുക. നമ്മൾ കൂടിച്ചേർന്ന് കഴിഞ്ഞവരായിരുന്നു. 1857 നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിക്കപ്പെടുന്ന ആ ഒരു വിഷയത്തിൽ അതുവരെ നമ്മൾ വളരെ നന്നായിട്ട് പോയിരുന്നായിരുന്നു. പിന്നെയും അത് വിട്ട് 1930 to 40 അതിനിടയിലുള്ള ജിന്നയുടെ രംഗപ്രവേശം, ഈ പെട്ടെന്ന് തിലകൻ സാറ് മരിച്ചതോടുകൂടി ഗാന്ധിജിക്ക് കിട്ടിയ, കോൺഗ്രസ്സിൽ കിട്ടിയ ഒരു വരവേൽപ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോട് കൂടിയാണ് നമ്മുടെ ഒരു നല്ല ബന്ധം പോയത്. എൻ്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞാൽ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, ആരും ശ്രദ്ധിച്ചിട്ടില്ല, അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ KM ഷാജിയെ പോലുള്ള മുസ്ലിം ലീഗ്, നമ്മുടെ പാണക്കാട് തങ്ങളെ പോലുള്ള മുസ്ലിം ലീഗ്, BJP ആയിട്ട്, കേരള BJP ആയിട്ട് രാഷ്ട്രീയം സംസാരിക്കുക വേണ്ടേ? BJP ആയിട്ട് ചേരാണ് വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ അതാണ് നമ്മുടെ ഒരു ഭാരതത്തിൻ്റെ ദേശീയവാദത്തിലൊരു കെട്ടുറപ്പിന് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കണം. അപ്പോൾ ഭാരതഭൂമി നേരത്തെ പറഞ്ഞു, സിന്ധു നദി തൊട്ട് സിന്ധു മഹാസാഗരം വരെയുള്ള സ്ഥലം, നമ്മുടെ കാശ്മീർ ടു കന്യാകുമാരി, അറ്റോക് ടു ഗട്ടക്ക്, വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെട്ട മറ്റേ ഗോഡ്സയുടെ കാഴ്ചപ്പാട്ടിലുള്ള ദേശം. ഇതൊക്കെ നമ്മുടെ ബുദ്ധി മാത്രം ഉപയോഗിക്കുക കേട്ടോ. നമ്മൾ കമ്പ്യൂട്ടറൊക്കെ 4 ദിവസം വന്നല്ലേ ഉള്ളൂ, മൊബൈലും
ജസ്റ്റ് ബുദ്ധി ഉപയോഗിക്കുക. നമ്മുടെ ഒരു സംസ്കാരം ചരിത്രമൊക്കെ അറിയുമ്പോഴേ ലോകത്ത് എവിടെയും കൃത്യമായ ഒരു ടീമുകളാൽ ചരിത്രം ആ ദേശചരിത്രം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ അക്കാദമിക് മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിറ്റ്ലറെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തിയ അവസ്ഥയാണ്. നമ്മുടെ മീഡിയ, പത്രം, എല്ലാ സ്ഥലങ്ങളിലും വിദ്യാഭ്യാസം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇവരുടെ ഒരു ഇതൊരു ജോലിയും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വരുമാന മാർഗവും ആക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ PSC നമുക്കൊരു ബേസിക്കലി ഒരു കാര്യം ചെയ്യാൻ നമുക്ക് എന്ത് ഗുണമാണ് വേണ്ടത്? ഒന്നുകിൽ നമ്മൾ ആ ജോലി എടുക്കാനുള്ള ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വിദ്യാഭ്യാസം, നമ്മുടെ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ. അതിന് പകരം ഭയങ്കരമായൊരു സ്റ്റാറ്റസ് ഉണ്ടാക്കാനോ നേരം വഹിക്കാനോ ആയിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണെന്ന് തിരിച്ചറിയാനായിട്ട് രാജ്യത്തിന് യാതൊരു ഉപകാരമില്ലാത്ത കുറേ ചോദ്യങ്ങളിലും ഉത്തരങ്ങളിലും കൂട്ടായിട്ട് നിൽക്കുകയാണ് ഇവരുടെ ഒരു തലം പോകണമെന്നാണ് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം, എന്നാലും നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കും. ഞാൻ എൻ്റെ വിഷയം അതായിരുന്നില്ല, വരച്ച് കാണിക്കാത്ത വിഷയം നമ്മുടെ തലമുറ, നമ്മുടെ ചിന്തകൾ. നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ഇരിക്കുന്നു. നമുക്ക് മാക്സിമം അച്ഛനും അമ്മയോടും അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ അച്ഛൻ ചോദിക്കാം. നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും, നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മുത്തശ്ശനും മുത്തശ്ശിയെയും കുറിച്ച് ചോദിക്കാം, അറിയാം, ഓർമ്മയിൽ നിൽക്കാം. പിന്നുള്ളത് അതായത് ഒരു 300 കൊല്ലത്തെ ഇതാണ് ഒരു മനുഷ്യന് മാക്സിമം ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. 300 കൊല്ലത്തെ ഒരു തലമുറകളുടെ ചരിത്രം. അതിനപ്പുറത്ത് അങ്ങനെ നിൽക്കുമോ? ഇപ്പോൾ ഗാന്ധി ഫാമിലി എന്നൊക്കെ പറയുന്ന പോലെ, അതാണ് നമ്മുടെ അർണബ് സാറ് ചൂണ്ടിക്കാട്ടിയ ഗാന്ധി വിഷയം. പെട്ടെന്ന് വരിന്ന് പോയി. അപ്പോൾ നമ്മുടെ 300 കൊല്ലം, അപ്പോൾ അതിനപ്പുറത്തെ ചരിത്രമാണ് നമ്മുടെ ഭാരതഭൂമി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ വേദം പറയുന്ന പോലെ യസ്യ പൂർവേ ഭൂതകൃത ഋഷയോ ഗാ ഉദാനുർജു സപ്തസത്രേണ വേദസോ യജ്ഞേന തപസാ സഹ. മഹർഷിമാർ ഏത് ഭൂമിയിൽ നിന്നുകൊണ്ടാണോ തങ്ങളുടെ സത്രം, യജ്ഞം, തപസ് എന്നിവ കൊണ്ട് സപ്തഭൂഭാഗങ്ങളെ സമുദ്ധരിച്ചത്, ആ ഭൂമിയാണ് നമ്മുടെ മാതൃഭൂമി. പിന്നെ വായുപുരാണത്തിൽ പറയുന്നു, ഉത്തരം യത് സമുദ്രസ്യ ഹിമവത് ദക്ഷിണം ചയത് വർഷം തത് ഭാരതം നാമ യത്രയം ഭാരതീ പ്രജ. സമുദ്രത്തിൻ്റെ വടക്ക് ഭാഗത്തും ഹിമാലയൻ്റെ തെക്ക് ഭാഗത്തുമുള്ള ദേശത്തിൻ്റെ പേര് ഭാരതമെന്നാണ്. അവിടുത്തെ പ്രജകൾ ഭാരതീയരാണ്. അങ്ങനെ കുറച്ച്. പിന്നെ ഭാരതം പുണ്യഭൂമി എന്നുള്ള മാതൃഭൂമിയാണ്, നമ്മുടെ പിതൃഭൂമിയാണ്. പിന്നെ ഭാരതം ഒരു പുണ്യഭൂമിയാണ് എന്നുള്ളൊരു കാര്യം. ഹിമാലയാദ സമുദ്രം പുണ്യക്ഷേത്രം ച ഭാരതം ശ്രേഷ്ഠം സർവസ്ഥലാനാം ച മുനീനാം ച തപസ്ഥലം. നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു വേറെ ഭാഗം. ഹിമാലയം മുതൽ സമുദ്രം വരെയുള്ള പുണ്യക്ഷേത്രം, അതായത് സിന്ധു നദി തൊട്ട് സിന്ധു മഹാസാഗരം വരെയുള്ള സവർക്കർ പറഞ്ഞ ആ സ്ഥലമാണ് പറയുന്നത്. ഹിമാലയം മുതൽ സമുദ്രം വരെയുള്ള പുണ്യക്ഷേത്രം മറ്റെല്ലാ സ്ഥലങ്ങളെ കഴിഞ്ഞും ശ്രേഷ്ഠമാണ്. ഇത് മുനിമാരുടെ തപോഭൂമിയാണ്. ഈ മുനിമാർ തപസ് ചെയ്യുക എന്നൊരു സാംസ്കാരിക രീതി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രേഷ്ഠ ആയതുകൊണ്ടാണ്. നമുക്ക് അതിൻ്റെ ഒരു ഒറ്റയാണ് ഈ ബ്രാഹ്മണർ. ഈ ബ്രാഹ്മണരുടെ അമ്പലങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമ്മൾ ഈ പറഞ്ഞ വന്ദേമാതരം പറയുമ്പോൾ ഇപ്പോൾ ഒരു എതിർക്കുണ്ടല്ലോ, കൾച്ചറൽ ലെഫ്റ്റ് മതപ്രീണന വിഘടനവാദികൾ, സരസ്വതി അങ്ങനത്തെ 3-4 ദേവിമാരുടെ പേരുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ സംഭാഷിക്കുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മുടെ 3 തലമുറ വരെയുള്ള ഒരു ബുദ്ധി, ഞാൻ വരച്ച് കാണിക്കാത്ത ചിന്തിക്കേണ്ട ഒരു ബുദ്ധി അല്ലേ. അപ്പോൾ ആ പോയിന്റിലാണ് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരമഭിമാം വിദ്യകർത്താരമവ്യയം. ഞാൻ തന്നെയാണ് വർണ്ണങ്ങൾ ഭഗവാൻ അർജുനോട് പറയുന്നതാണ്. ഞാൻ തന്നെയാണ് വർണ്ണങ്ങൾ സൃഷ്ടിച്ചത്,
അതിൻ്റെ കർത്താവാണെങ്കിലും നിർവികാരനായി എന്നെ പരമാർത്ഥത്തിൽ അകർത്താവായിട്ട് കാണുക എന്നുള്ളതാണ്. അതെങ്ങനെ വ്യാഖ്യാനിക്കാം? ഞാൻ അത് കൃത്യമായി വ്യാഖ്യാനിച്ച് തരാം. ഒരു വേറെ സെഷനായിട്ട് ഇത് പറയാം. പിന്നെ ഗീത 10 മിനിറ്റ്, ഗീതന് അടുത്തതിൽ കൂടുതലായിട്ട് പറയാം. അപ്പോൾ വന്ദേമാതരമാണ് നമ്മുടെ വിഷയം. വന്ദേമാതരം എന്ന മഹാമന്ത്രം തന്നെയാണിത്. നമുക്കത് നമ്മുടെ രാജ്യത്തിന് അത് ചെയ്തിട്ടുള്ള സംഭാവനകൾ ഭയങ്കര വിലപ്പെട്ടതാണ്. ജനഗണമന അതിദായക ഒന്നുമല്ല. ഇൻ ദ സെൻസ് അതിനപേക്ഷിച്ച് വളരെ ഗ്രേറ്റാണ് നമ്മുടെ വന്ദേമാതരം. അതിലേക്ക് അടുത്ത സെഷനിൽ കടക്കാം. നന്ദി.